ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പിയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ലെൻസ് ഇടാൻ അറിയില്ല, അതായത് കോണ്ടാക്ട് ലെൻസ് അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള ലെൻസ് ഇടാൻ അറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു മേക്കപ്പിന്റെ വീഡിയോ ചെയ്യാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ലെൻസ് എന്തായാലും ഇടുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, എന്റെ പേര് അശ്വതി. നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടോ. ഞാൻ ഇവിടെ യൂസ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഫ്രഷ് ലുക്കിന്റെ ലെൻസ് ആണ്. ഞാൻ ഫസ്റ്റിൽ ഇട്ടത് വെറും 99 രൂപയുടെ ലെൻസ് ആയിരുന്നു. ജസ്റ്റ് ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ട് അക്വാ ലെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് ലെൻസ് ഇടുന്നത്. അതിനുശേഷം ചെറിയ ചെറിയ പ്രോഗ്രാംസിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെയാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലെൻസ് ഇട്ട് ഇങ്ങനെ ഒരു പരിചയം വന്നത്. അപ്പോ നമുക്ക് ലെൻസ് ഇട്ട് നോക്കാം. പല രീതിയിലുള്ള പാക്കറ്റ്സിൽ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ഇത് ഫ്രഷ് ലുക്കിന്റെ ലെൻസ് ആണ്. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു ഗ്യാപ്പ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തുറക്കാം. ഇതിന്റെ അകത്തൊരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് പോകാതെ വേണം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. കൈയെല്ലാം അത്യാവശ്യം ക്ലീൻ ആണെന്ന് നന്നായിട്ട് ഉറപ്പ് വരുത്തുക. സ്റ്റിക്കർ ഫുള്ളായിട്ട് ഇളക്കി നമുക്ക് ഈ ഒരു വിരൽ വെച്ചിട്ട് നമുക്ക് ഇത് ഇട്ട് നോക്കാം. ആദ്യമായിട്ട് ഇടുന്നവർക്ക് ഇങ്ങനെ കണ്ണിന് വെള്ളം വരും. പക്ഷെ ഇതിപ്പോ ലിക്വിഡ് ഇരുന്നിട്ട് വെള്ളം വരുന്നതാണ്. എനിക്ക് എപ്പോ ഇട്ടാലും വെള്ളം വരും. പക്ഷെ കുറച്ചു നേരം ഇങ്ങനെ കണ്ണടച്ചിട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രേ കളർ ലെൻസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ചുറ്റുള്ളതൊന്നും ഇപ്പൊ കാണാൻ വയ്യ. കുറച്ചു നേരം എനിക്ക് ഈ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അടുത്ത കണ്ണിൽ ഇട്ട് നോക്കാം. അത് ഞാൻ കാണിക്കുന്നില്ല. ഇതിപ്പോ കണ്ടല്ലോ, ജസ്റ്റ് അപ്ലൈ ഇങ്ങനെ വെക്കുമ്പോ തന്നെ അത് ഒട്ടിപ്പിടിക്കും. ജസ്റ്റ് ആ ഒരു വെള്ളവും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ട് നമ്മുടെ കണ്ണിലോട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മുടെ കണ്ണ് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഓക്കെ ആവും. വലിയ സംഭവമൊന്നുമില്ല. നമ്മുടെ കയ്യിലൊന്നും അഴുക്കോ പൊടിയൊന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. അത് മാത്രമാണ്. അപ്പോ ഞാൻ ഈ ഒരു ലെൻസ് ഇട്ടു. ഇത് പ്യുവർ ഹേസൽ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഒട്ടുമിക്ക സ്കിൻ ടൈപ്പിനും ചേർന്ന് പോകുന്നത് ഈ ഒരു പ്യുവർ ഹേസൽ അല്ലെങ്കിൽ കാരമൽ ബ്രൗൺ, ഹേസൽ ബ്രൗൺ അങ്ങനെയുള്ള ഷെയ്ഡ്സ് ആണ് ഒട്ടുമിക്ക സ്കിൻ ടൈപ്പിനും ചേർന്ന് പോകുന്നത്. അതല്ല, ഒരു വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേ ഒക്കെ യൂസ് ചെയ്യാം. ഗ്രേ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പും നമ്മളും ഒക്കെ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, അങ്ങ് എടുത്ത് കാണിക്കുന്ന പോലെ ഒരു വെറൈറ്റി ലുക്കായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ. നമുക്ക് നോർമലി നമുക്ക് കിട്ടിയതിനേക്കാൾ ഒരു വെറൈറ്റി ആയിരിക്കും, ഒരു ലുക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതല്ല, ഈ ഒരു ഗ്രേ മാത്രമാണെങ്കിൽ കൂടി നമുക്ക് നല്ലൊരു എന്താ പറയാ, നോർമലി നമ്മളെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഒരു ലെൻസ് വെച്ച് കണ്ടിട്ടുള്ള പോലൊരു ലുക്കല്ലായിരിക്കും. അപ്പോ വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. ജസ്റ്റ് നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ഹാൻഡ് വാഷ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ പൊടിയോ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ലെൻസ് കൈ നന്നായിട്ട് വാഷ് ചെയ്യുക. അത് മാത്രമല്ല, നമ്മൾ രണ്ട് സൈഡ് ഇങ്ങനെ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ലെൻസ് ഇടാൻ. ചിലര് ജസ്റ്റ് താഴെ മാത്രം പിടിച്ചിട്ട് ഇടുന്നവരുണ്ട്, ചിലർ സൈഡിലേക്ക് നോക്കി ഇടുന്നുണ്ട്. നമ്മൾ എങ്ങനെ നോക്കിയാലും നമുക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ നമ്മൾ വെച്ചിട്ട് ഈ ഒരു മൂലക്കോട്ട് നമ്മുടെ കൃഷ്ണമണി ആക്കിയിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.